ഹായ്, ഈ ആണ്ടത്തെ ഓണത്തിന് നമുക്ക് വളരെ പെർഫെക്റ്റായിട്ട് കളിയോടയ്ക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിനു വേണ്ടി ഇവിടെ നമ്മൾ 2 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയില്ലേ, ആ അരിപ്പൊടി 2 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്നത് ഒരേ അളവിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 1 ഗ്ലാസ്സാണ്. നമുക്ക് അളവിന് വേണ്ടി ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്ത അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കൂടാതെ ഒരു 8-10 കുഞ്ഞുള്ളി, 1 ടേബിൾ സ്പൂൺ ജീരകവും, നല്ല ജീരകവുമാണ് എടുത്തിട്ടുള്ളത്, അതും കൂടെ എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകണ്ട, എങ്കിലെല്ലാം ഒന്ന് അരഞ്ഞ് കിട്ടത്തക്ക രീതിയിൽ ഇതുപോലെ നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി അരഞ്ഞങ്ങ് പോകണ്ട. അപ്പോൾ അരച്ചെടുത്തത് കൂടെ നമ്മൾക്ക് ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതെല്ലാം നമ്മൾ ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഈ തേങ്ങയുടെ ഉള്ളിയുടെ ഒക്കെ ഒരു വെള്ളം ഉണ്ടാവുമല്ലോ, ആ നനവിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കളിയോടയ്ക്ക് പൊട്ടിപ്പോവാണ്ട് കിട്ടാനും നല്ല മയം കിട്ടാനും, അതുപോലെ അല്ലെങ്കിൽ ഇത് എണ്ണയിൽ ഇടുമ്പോഴത്തേന് പൊട്ടിത്തെറിക്കും, അങ്ങനെ പൊട്ടിത്തെറിക്കാതിരിക്കാനും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ നെയ്യ് ചേർക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറുത്ത എള്ള് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 2.5 ഗ്ലാസ് വെള്ളമാണ് തിളപ്പിക്കാൻ വേണ്ടി വെച്ചത്. ആ തിളച്ച വെള്ളവും കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി, മൊത്തവും കൂടെ ഒഴിച്ച് കൊടുക്കണ്ട. കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യം വരത്തില്ല, ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകണ്ട. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. അതിനേക്കാൾ ഒരല്പം കൂടെ ലൂസായിട്ടുള്ളൊരു മാവായിരിക്കണം, ഒത്തിരി അങ്ങ് ടൈറ്റായി പോകരുത്. ഞാനിവിടെ കുഴച്ച് വന്നപ്പോൾ കുറച്ച് ടൈറ്റായിരിക്കും. ഇനി ഇതിൽ കുറച്ചുകൂടെ വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുക. അതായത് ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകാനും പാടില്ല, എന്നാൽ ടൈറ്റായി പോകാനും പാടില്ല. ആ രീതിയിൽ ഒരു മയത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. ഒത്തിരി വെള്ളമായി പോയാൽ പൊട്ടിപ്പോവും. ഈ ഒരു തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്ന ഈ ഒരു രീതിയിൽ. ഇനി നമുക്കിതെല്ലാം ഓരോരോ ചെറിയ ബോൾസുകളായിട്ട് കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഒത്തിരി നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോകും. അല്ല, അപ്പോൾ വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് പൊട്ടിത്തെറിക്കും, നല്ല കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ നല്ല എല്ലാം നമ്മൾ ഇതുപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിഷ്ടമുള്ള ഓയിൽ എടുക്കാം. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ, എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഓരോരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കാം. ഈ ബോൾസ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം നമ്മൾ അനക്കമൊന്നും ചെയ്യരുത്, അങ്ങനെ തന്നെ കിടക്കട്ടെ. ഇളക്കി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. ഒരു 5-6 മിനിറ്റിന് ശേഷം നമുക്ക് പതിയെ ഇളക്കി കൊടുക്കാം. ഒത്തിരി അങ്ങ് കുത്തിക്കുഴച്ച് ഇളക്കരുത്, പതിയെ ഇളക്കി കൊടുത്താൽ മതി. തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിങ്ങനെ പൊട്ടിപ്പോവും. അപ്പം നന്നായിട്ട് അകമൊക്കെ വെന്ത് നല്ല കളറൊക്കെ മാറി വരുന്നുണ്ട്. കുറച്ച് സമയം എടുത്തേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് സമയം വേണം നമുക്ക് ഇതൊന്ന് ഫ്രൈ ആയി കറക്റ്റ് ആ ഒരു പരുവായി കിട്ടാൻ വേണ്ടി. കാരണം നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ടൈം എടുക്കുന്നത്. ഈ കളറൊക്കെ മാറി ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ എണ്ണയിൽ ഇട്ട് കൊടുക്കാം. അതും കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം നമ്മളൊന്ന് ഇളക്കി കൊടുക്കാൻ. അപ്പോൾ അതും ഒന്ന് കളർ മാറി നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഈ ആണ്ടിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പം നല്ല കളിയോടയ്ക്ക് ഈ ഓണത്തിന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. താങ്ക് യു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.